ഹലോ എവരി വൺ, വെൽക്കം ടു എക്സാനോ ലേണിംഗ്. സോ നമ്മളെ മെൻ്റൽ എബിലിറ്റി സീരീസിലെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന് അല്ലേ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് ബുക്ക് മീൻസ് വാച്ച്. ബുക്ക് എന്ന് പറഞ്ഞാൽ വാച്ച് ആണ്. ബുക്ക് മീൻ ചെയ്യുന്നത് എന്താണ്? വാച്ച് ആണ്. വാച്ച് മീൻസ് ബാഗ് ആൻഡ് ബാഗ് മീൻസ് പെൻ, പെൻ മീൻസ് പെൻസിൽ. സോ ഇവിടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ബട്ട് ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ വിച്ച് ഈസ് യൂസ്ഡ് ടു റീഡ് ടൈം. ഓക്കെ, ആ ഒരു പാർട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ തന്നത് അല്ലേ. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിങ് ആവും. എന്താണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ ഇവിടെ ഈ പറഞ്ഞെന്താണ്? ബുക്ക് എന്ന് പറഞ്ഞാൽ വാച്ചിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വാച്ച് എന്ന് പറഞ്ഞാൽ ബാഗിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ആകെ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ വിച്ച് ഈസ് യൂസ്ഡ് ടു റീഡ് ടൈം. നമ്മൾ ടൈം റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇവിടെ ഈ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ എന്താണ്, നമ്മൾ സാധാരണ ടൈം റീഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ്? നമ്മൾ വാച്ച് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ലോക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ക്ലോക്ക്, വാച്ച് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടൈം റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. സോ ഇവിടെ ഈ വാച്ചാണെന്ന് വിചാരിച്ച് നമ്മൾ ഓപ്ഷൻ ബി വാച്ചിൻ്റെ ആൻസർ പറഞ്ഞാൽ ആൻസർ റോങ് ആവും. കാരണം എന്താ? നമ്മൾക്ക് തന്ന ഡീറ്റെയിൽസിൽ വാച്ചിന് നമ്മൾ വാച്ച് എന്നല്ല പറയാം. ഇവിടെ എന്താ പറഞ്ഞത്? ബുക്ക് മീൻസ് വാച്ച്. ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാച്ചിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മളെ ആൻസർ ഏതാണ് ഇവിടെ? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മീൻ ചെയ്യുന്നത് വാച്ചിനെയാണ്. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 27,649 minus 6,926 ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ്. ഈ ഒരു നമ്മൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ അല്ലേ. അത് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യൽ ഇതിൽ ഏത് ഓപ്ഷനാണ്? സോ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുകയാണെങ്കിൽ ലിറ്റിൽ മോർ ദാൻ 11,000 ആണോ, ലിറ്റിൽ മോർ ദാൻ 25,000 ആണോ, ലിറ്റിൽ മോർ ദാൻ 20,000, ലിറ്റിൽ മോർ ദാൻ 30,000. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ കാണേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞാൽ എന്താണ്? ലിറ്റിൽ മോർ ദാൻ 20,000 ആണോ, ലിറ്റിൽ മോർ ദാൻ 25,000 ആണോ, ലിറ്റിൽ മോർ ദാൻ 11,000 ആണോ, ലിറ്റിൽ മോർ ദാൻ 10,000 ആണോ, ആ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ ഈ രണ്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 27,649 മൈനസ് 6,926 എന്നുള്ള വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുക. അതായത് 27,649 എന്ന് പറഞ്ഞാൽ 28,000 അടുത്തുള്ളൊരു വാല്യൂ ആണ് അല്ലേ. 27,000ൻ്റെയും 28,000ൻ്റെയും അടുത്തുള്ള വാല്യൂ, ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂ ആണ് 27,649. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 27,000 ആക്കി എടുക്കുക, അല്ലെങ്കിൽ 28,000 ആക്കി ഇതിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 28,000 ആണ് എടുക്കുന്നത്. സർ ഇവിടെ എഴുതാൻ പോവുകയാണ്. 27,649 സർ ഇതിനൊരു എസ്റ്റിമേറ്റ് ആക്കി, ഇതിൻ്റെ അടുത്തുള്ള വാല്യൂ ആക്കി 28,000 എന്നുള്ള രീതിയിൽ എടുക്കാൻ പോവാണ്. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു എന്താ പറയുക, അതിൻ്റെ അടുത്തുള്ള വാല്യൂ ലിറ്റിൽ മോർ ദാൻ ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. സോ 27,000 ഞാൻ 28,000 ആക്കി എടുത്തു. 27,649 ആണ്. ഒരു 27,500 താഴേക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് 27,000 രൂപത്തിൽ എടുക്കാൻ മതി. ഇനി നിങ്ങൾ 27,000 എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. നമുക്ക് അടുത്തുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ 28,000 ആക്കി എടുത്തു. ഇനി അതുപോലെ 6,942 6,926 ഇതിന് നമുക്ക് അടുത്തുള്ള വാല്യൂ ഒക്കെ ഏതിനെടുക്കാൻ പറ്റുക? 7,000 അടുത്തുള്ള വാല്യൂ ആണ് അല്ലേ. 6,900 ആണ്. സോ 7,000 രൂപത്തിലെടുക്കാം. ഇനി ഈ രണ്ട് വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി നമുക്ക്. ഓക്കെ, 28,000 നിന്ന് 7,000 കുറക്കാൻ വളരെ ഈസി അല്ലേ. 28 മൈനസ് 7 ചെയ്താൽ മതി, ഈക്വൽ ടു 21 ആണ്. സോ ഇതിൻ്റെ ആൻസർ വരെ 21,000 ആണ് അല്ലേ. 21,000 ആണ്. എന്തായാലും ഇനി നമ്മളിപ്പോൾ 27,000 എടുക്കുകയാണെങ്കിൽ തന്നെ അത് 20,000 വരുള്ളൂ അല്ലേ. സോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ കറക്റ്റുള്ള ആൻസർ വരിക? ലിറ്റിൽ മോർ ദാൻ 11,000 ആണോ? 11,000 കുറച്ച് കൂടുതലാണോ? അല്ല. ലിറ്റിൽ മോർ ദാൻ 25,000 അല്ല, 25,000 ചെറിയ വാല്യൂ ആണ്. ലിറ്റിൽ മോർ ദാൻ 20,000 അതാവൂലേ നമ്മളെ ആൻസർ. കാരണം 20,000 ഒന്നെങ്കിൽ കുറച്ച് കൂടുതലല്ലേ. നമ്മളിപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 21,000 ആണ് കിട്ടിയത്. ഇനി നമ്മൾ 27,000 എടുക്കുകയാണെങ്കിൽ 20,000 കിട്ടുക. സോ അതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആയിരിക്കും വരിക കറക്റ്റായിട്ടുള്ള ആൻസർ. സോ ലിറ്റിൽ മോർ ദാൻ 20,000 ആയിരിക്കും നമ്മളെ ആൻസർ. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം കുറേ പോകും അല്ലേ. നമ്മളിവിടെ 27,649 മൈനസ് 6,926 എന്നൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. സോ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കാണാതെ ഇതിൻ്റെ ഏത് വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതലാണോ ആ രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇതിൻ്റെ എസ്റ്റിമേറ്റ് അടുത്തുള്ള വാല്യൂ എടുക്കുക, നമുക്ക് അറിയുന്ന ഏറ്റവും അടുത്തുള്ള വാല്യൂ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ഏതാണോ വരുന്നത് ആ രൂപത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെൻറ്റർ പോയിന്റ് O. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ ഒരു സർക്കിൾ പറഞ്ഞത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഈ O എന്നുള്ള പോയിന്റ് ഇവിടെ സെൻറ്റർ പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? O എന്നുള്ള പോയിന്റ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. ആൻഡ് വേറെ കാര്യം നമുക്ക് പറഞ്ഞുള്ളത് ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞുള്ളത്? ദ ലൈൻ സെഗ്മെന്റ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ്. നമ്മളൊരു ലൈൻ സെഗ്മെന്റ് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നത് അല്ലേ? ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള ലൈൻ, രണ്ട് പോയിന്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയിലുള്ള ഒരു ലൈനാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം. സോ ഇവിടെ ലൈൻ സെഗ്മെന്റ് ഏതാണ്? പോയിന്റ് എൻ്റെയും പോയിന്റ് ബിൻ്റെയും ഇടയിലുള്ള ലൈനാണ്. സോ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ പോയിന്റ് എ, ഇവിടെ പോയിന്റ് ബി. സോ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ലൈൻ സെഗ്മെന്റ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ത്രൂ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ്. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഈ പോയിന്റ് O ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻ സെഗ്മെന്റ് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റിന് എന്താണ് പറയുക? നമ്മളിതിന് ആർക്കാണോ, റേഡിയസ് ആണോ, സർക്കംഫറൻസ് ആണോ, ഡയാമീറ്റർ ആണോ പറയാം? എന്താണ് പറയുക? ഇതിന് ഡയാമീറ്റർ എന്നാണ് പറയുക അല്ലേ? ഡയാമീറ്റർ ആണ് നമ്മൾ സെൻറ്റർ ടച്ച് ചെയ്തിട്ട് സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സ് തമ്മിൽ ടച്ച് ചെയ്തുള്ള രൂപത്തിൽ. ഇപ്പോൾ എനിക്കിവിടെ ഒരുപാട് ഡയാമീറ്റേഴ്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്റർ പോയിന്റ് ടച്ച് ചെയ്യണം, സർക്കിളിൻ്റെ വേറെ രണ്ട് പോയിന്റ്സ് ടച്ച് ചെയ്യണമെന്നുള്ളൂ. ഇങ്ങനെ ഈ ലൈൻ വരച്ചാൽ ഇതൊരു എന്താണ്, ഒരു ഡയമീറ്റർ ആണ്. ഇപ്പോൾ ഞാനിവിടെ വേറെ ലൈൻ വരയ്ക്കുകയാണ്, ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുകയാണ്, സെൻറ്റർ ടച്ച് ചെയ്തിട്ട് ഒരു വരച്ചു, ഇതൊരു ഡയമീറ്റർ ആണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഡയമീറ്റേഴ്സ് വരയ്ക്കാൻ പറ്റും. ഡയമീറ്റേഴ്സിന് ഒരു കാര്യമുള്ളൂ, സർക്കിളിന് രണ്ട് സൈഡ് ടച്ച് ചെയ്യണം, രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യണം, ആൻഡ് സെൻറ്ററിലൂടെ ആവണം. അങ്ങനത്തെ ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുക? ഡയാമീറ്റർ എന്ന് പറയാം. സോ ഇവിടെ ആൻസർ ഡയമീറ്റർ ആണ്. ഇനി ഡയമീറ്റർ പറയുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റേഡിയസ്. എന്താണ് റേഡിയസ്? ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ OC എന്നുള്ളത് ഒരു റേഡിയസ് ആണ്. ഓക്കെ, OC എന്നുള്ള റേഡിയസ് ആണ്. OB വേറൊരു റേഡിയസ് ആണ്. OA എന്നുള്ളത് വേറൊരു റേഡിയസ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3 ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെ ഒരു റിലേഷൻ എന്താണ്? സെയിം ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൻറ്റർ പോയിന്റും സർക്കിളിൻ്റെ ഒരു പോയിന്റും തമ്മിൽ ടച്ച് ചെയ്യുന്ന വാല്യൂ അല്ലേ? ഇപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് ആയിട്ടുള്ള Oയും പിന്നെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ടച്ച് ചെയ്യുന്ന വാല്യൂ. ഇപ്പോൾ OC ഒരു ലൈൻ റേഡിയസ് ആണ്, OB വേറൊരു റേഡിയസ് ആണ്, OA എന്നുള്ളത് വേറൊരു റേഡിയസ് ആണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, റേഡിയസ് ആണ്. ഇത് ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ ഈ ഒരു ലൈൻ എന്താണ്? റേഡിയസ് ആണ്. നമ്മൾ സർക്കിളിൽ ഒരു പോയിന്റും അതിൻ്റെ സെൻറ്റർ പോയിന്റ് ടച്ച് ചെയ്യുന്ന ലൈനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സർ ചോദിക്കട്ടെ, ഈ DE എന്നുള്ളത് റേഡിയസ് ആവുമോ? ഇല്ല. കാരണം എന്താ? അത് സെൻറ്ററിൽ ടച്ച് ചെയ്യുന്നില്ലല്ലേ? സർക്കിളിൻ്റെ ഏതോ രണ്ട് പാർട്ടേ ടച്ച് ചെയ്യുന്നുള്ളൂ. സർക്കിളിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്യാത്തതുകൊണ്ട് അതൊരു റേഡിയസ് അല്ല. ഈ DEക്ക് ഒരു പേരുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. DE എന്നുള്ള ഈ ലൈൻ സെഗ്മെൻറ്റിന് നമ്മൾ എന്ത് പേരാണ് പറയാം? സർക്കിളിൽ അതിനൊരു പേരുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇതിന് ആൻസർ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് കുഡ് ബി ദ മെഷർ ഓഫ് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ എന്താണ് ട്രയാങ്കിൾ എന്ന് ആദ്യം അറിയണം. എന്താണ് ട്രയാങ്കിൾ എന്ന് അറിയില്ലേ? 3 സൈഡുള്ള ഒരു ഫിഗറിനാണ് നമ്മൾ എന്ത് പറയാം? ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 3 ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു പോളിഗണാണ് നമ്മൾ എന്ത് പറയുക? ഒരു ട്രയാങ്കിൾ എന്ന് പറയാം. സോ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇവിടെ ടച്ച് ചെയ്ത് വരയ്ക്കണം. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇനി റൈറ്റ് ട്രയാങ്കിൾ എന്താണ്? സോ റൈറ്റ് ട്രയാങ്കിൾ പറയുമ്പോൾ ആദ്യം റൈറ്റ് ആംഗിൾ എന്താണെന്ന് അറിയണം. എന്താണ് റൈറ്റ് ആംഗിൾ എന്ന് അറിയോ? യെസ്, അറിയാലേ? എല്ലാവർക്കും L ഷേപ്പുള്ള നമ്മൾ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി വരുന്ന നമ്മളൊരു ആംഗിളിനാണ് എന്ത് പറയുക? റൈറ്റ് ആംഗിൾ എന്ന് പറയാം. ഇപ്പോൾ സീർ വരക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ വരച്ചു നോക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. L ഷേപ്പുള്ള രൂപത്തിൽ വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഏതാണ്? അവിടെ റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ റൈറ്റ് ട്രയാംഗിൾ എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ആ ഒരു ട്രയാംഗിളിൻ്റെ ഇൻസൈഡിൽ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വരച്ച ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിൾ ആവോ? ഇല്ല. കാരണം ഇവിടെ എവിടെയും ഒരു റൈറ്റ് ആംഗിൾ വരുന്നില്ല അല്ലേ? ഇതിലൊന്നും റൈറ്റ് ആംഗിൾ വരുന്നില്ല. സോ സർ ഒരു റൈറ്റ് ആംഗിൾ ഒരു ട്രയാംഗിൾ വരക്കാം. ഈ ഒരു ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് പറയും? ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് പറയും.
സോ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് പറയാൻ പറ്റും ഏതായിരിക്കും റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ളത്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് വേണം ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് വേണം സാർ ആൻസർ നോക്കാൻ. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സാർ എന്തായാലും ആൻസർ പറയാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസൈഡിലുള്ള 3 ആംഗിൾസ് ആണ് ഈ എല്ലാ ഓപ്ഷൻസിലും തന്നിട്ടുള്ളത് അല്ലേ? 3 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇനി എന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാവില്ലേ? അതായത് 90 ഡിഗ്രി ഉണ്ടാവില്ലേ? ഈ 90 ഡിഗ്രി ഉള്ള ഏത് ഓപ്ഷനാണ് ഉള്ളത് ഇവിടെ ആകെ? ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ മാത്രം 90 ഡിഗ്രി തന്നിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു ഓപ്ഷൻ ബി മാത്രമായിരിക്കും നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. സോ അത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.